എല്ലാവർക്കും നമസ്കാരം. AG ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മോളിക്കുലാർ റെവല്യൂഷനെ സംബന്ധിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു 2 ടെർമിനോളജീസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ചില കമൻസിന് നമുക്കൊരു മറുപടി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ ചാനലാണ്, പിന്നെ സമയപരിധിയുണ്ട്, റെഗുലറായിട്ട് വീഡിയോ ഇടുക എന്നൊരു കമൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ റെപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലുമുള്ള റെപ്ലിക്കേഷനെ കുറിച്ച് ചെയ്യണം, അത് തന്നെയാണ്. അങ്ങനെയുള്ള ചില കമൻസ് കണ്ടു. നമുക്ക് സമയാനുസരണം ചെയ്യാൻ ശ്രമിക്കാം, സമയപരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മോളിക്കുലാർ എവല്യൂഷനെ കുറിച്ചാണ്. ജീനുകളുടെ ബേസിസിൽ നമ്മൾ എവല്യൂഷനെ കാണുകയാണെങ്കിൽ, അല്ലേ, മോളിക്കുലാർ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ജീനുകൾ എങ്ങനെ ഇത്ര കണ്ട് ഡൈവേഴ്സിഫൈ ചെയ്തു എന്ന് നമ്മൾ പലപ്പോഴും അമ്പരക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു 2 ടെർമിനോളജികളെ കുറിച്ചാണ്. ഒന്നാമത്തത് ഹോമോലോഗസ് ജീൻസ്. എന്താണ് ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ? ഹോമോലോഗസ് അല്ലെങ്കിൽ ഹോമോളജി എന്ന് പറയാം, അല്ലേ. ഹോമോളജി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി എന്നേ അർത്ഥമുള്ളൂ. സിമിലാരിറ്റിക്ക് കാരണം എന്താ? കോമൺ ആൻസസ്റ്ററാണ് കാരണം. ഓക്കെ, ഡ്യൂ ടു ഷെയർഡ് ആൻസസ്ട്രി അങ്ങനെ പറയാം, അല്ലെങ്കിൽ കോമൺ ആൻസസ്റ്റർ കാരണമുള്ള ഹോമോളജി, സിമിലാരിറ്റി, അതിനെയാണ് ഹോമോലോഗ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോമോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോമോലോഗസ് ആയിട്ടുള്ള ജീൻസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും. ഒന്ന് പാരലോഗസ്, കേട്ടിട്ടുണ്ടാവും, പാരലോഗസ് ജീൻസ്. രണ്ടാമത്തേത് ഓർത്തോലോഗസ് ജീൻസ്, അല്ലേ, ഓർത്തോലോഗസ് ജീൻസ്. നമ്മൾ ഈ ഓർത്തോലോഗസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ജീനെ ഓർത്തോലോഗസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് 2 സ്പീഷീസുകളെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഞാൻ രണ്ട് പ്രോസസ്സുകൾ കൊടുക്കുകയാണ്. ഈ പാരലോഗസ് ജീൻസിനെയും ഓർത്തോലോഗസ് ജീൻസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് 2 പ്രോസസ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പീസിയേഷനാണ്. ഈ സ്പീസിയേഷൻ വഴി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീനുകൾ ഏതാണ്? ഓർത്തോലോഗസ് ആയിട്ടുള്ള ജീൻസാണ്. അതായത് നിങ്ങളൊരു ജീൻ, കോമൺ ആൻസസ്ട്രി വഴിയുള്ള ജീൻ തന്നെ ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഹ്യൂമൻസിലെ ഹീമോഗ്ലോബിൻ, അതുപോലെ തന്നെ ചിമ്പാൻസീസിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുകയാണ്. അപ്പോൾ 2 സെയിം ജീൻസാണ്, ഷെയ്ഡ് ആൻസസ്ട്രിയാണ്, റിലേറ്റഡ് ബൈ സ്പീസിയേഷൻ ഇവൻ്റാണ്. അപ്പോൾ അതാണ് ഓർത്തോലോഗസ് ആയിട്ടുള്ള ജീൻസ്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഒരു സ്പീഷീസിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, അല്ലേ. ഉദാഹരണത്തിന് ഈ ഗ്ലോബിൻ ഫാമിലി തന്നെ എടുക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ജീനുണ്ട്. അതുപോലെ തന്നെ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ജീനുണ്ട്. ഈ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ജീൻ എങ്ങനെയുണ്ടായത്? നമ്മൾ ആൻസസ്ട്രി ചകഞ്ഞു പോവുകയാണെങ്കിൽ, ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ആൻസസ്ട്രൽ ആയിട്ടുള്ള ഒരു ഹീമോഗ്ലോബിൻ ജീനിൽ നിന്ന് തന്നെയാണ് മയോഗ്ലോബിൻ ജീൻ ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്ന പ്രധാന പ്രോസസ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻ്റാണ്, അല്ലേ. ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻ്റാണ്. അപ്പോൾ ഞാൻ 2 പ്രധാനപ്പെട്ട പ്രോസസ്സുകളെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. ഓർത്തോലോഗസ് ജീൻസ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് സ്പീസിയേഷൻ ഇവൻറ്റ്. പാരലോഗസ് ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിത്തിൻ ഓർഗാനിസമാണ് പറയുന്നത്, അവിടെ ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ. ഗ്ലോബിൻ ഫാമിലി തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? അവിടെ ഒരു മയോഗ്ലോബിൻ ഉണ്ട്. അതുപോലെ ഏതാണ്? ഫീറ്റൽ ഹീമോഗ്ലോബിൻ, അത് കേട്ടല്ലേ? ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്താ? ഹീമോഗ്ലോബിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഇവൻറ്റ് വഴി ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്താണ്? മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യുകയാണ് ഇൻ മസിൽസ്. മയോ എന്ന് പറഞ്ഞാൽ മസിൽസിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാലോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്തായിരിക്കും? ഫീറ്റസിലുണ്ടാകുന്ന ഹീമോഗ്ലോബിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോമാണ്. അപ്പോൾ ഇതും ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻ്റാണ്. അപ്പോൾ ഇത് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അതിന് കുറച്ചും കൂടി എന്തായിരിക്കും? പ്രതിപത്തി ഉണ്ടാവും. ആരോട്? ഓക്സിജനോട് പ്രതിപത്തി ഉണ്ടാവും. അതുകൊണ്ട് ഫീറ്റസിന് മദറിൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ചും കൂടി പെട്ടെന്ന് ഓക്സിജൻ കിട്ടാനായിട്ട് ഉപകരിക്കുക. അതാണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. അതുപോലെ ന്യൂറോൺ സെല്ലുകളിലുണ്ട്, അല്ലേ, ഹീമോഗ്ലോബിൻ്റെ വേറൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പാരലോഗ്സ് എന്ന് പറയുക. അപ്പോൾ ഈ പാരലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഈവൻറ്റ് വഴിയാണെന്നാണ് പറഞ്ഞത്? ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഈവൻറ്റുകൾ വഴിയാണ്. ഇപ്പോൾ ഈ ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻറ്റിൽ ഒരു ജീൻ 2ആയി മാറുകയാണെന്ന് വിചാരിക്കുക, അല്ലേ. 2ആയി മാറുകയാണ്. ഈ ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻറ്റിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. അതായത് ഓൾറെഡി ഒരു ജീനുണ്ട്, ആ ജീൻ ഒരു ഫംഗ്ഷനുണ്ട്, F1 എന്ന് എടുക്കുക, അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ജീൻ
ഇതാണ് പഴയ ജീനിന് ഒരു ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ പുതുതായി ഉണ്ടായ ജീനിന് വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം, അല്ലേ? ഒന്നും ചെയ്യാതിരിക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ഇല്ലാണ്ടിരിക്കാം. ഒന്നുകിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീനിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്, അതിനെന്തെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതിന് ഫംഗ്ഷനലി റെലവൻ്റ് ആയിരിക്കില്ല, അതിന് ഫംഗ്ഷൻ ഒന്നും ചെയ്യാതിരിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യാം, അതായത് സിമിലർ ഫംഗ്ഷൻ തന്നെ ഇവോൾവ് ചെയ്യാം. F1 അതായത് ഈ ജീൻ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷൻ തന്നെ കുറച്ചും കൂടി സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, സബ് ഫങ്ഷണലൈസേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ജീൻ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ എവല്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ട് ആ ജീനിൽ ആക്ട് ചെയ്തുകൊണ്ട് ആ ജീനിന് പുതിയൊരു ഫംഗ്ഷനെ ഇവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് നിയോ ഫങ്ഷണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, നിയോ ഫങ്ഷണൈസേഷൻ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്യൂഡോജനൈസേഷൻ സാധ്യമാണ്. എല്ലാം സെലക്ഷൻ പ്രഷർ അനുസരിച്ച് തന്നെ ഇരിക്കും. ഇപ്പോൾ ഈ ജീൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ നടത്തുന്നു, രണ്ടാമതുണ്ടായ ജീന് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വന്നിട്ട് അത് നോൺ ഫങ്ഷണലായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്യൂഡോ ജീനായിട്ട് മാറും. അത് നോൺ ഫങ്ഷണലായിട്ടുള്ള കോപ്പിയായിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഒരു സബ് ഫങ്ഷൻ ഇവോൾവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? നിയോ ഫങ്ഷണൈസേഷൻ, പുതിയൊരു ഫങ്ഷൻ കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ പാരലോഗസ് ആയിട്ടുള്ള ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പയർ ചെയ്യുന്നത് സെയിം സ്പീഷീസിൽ തന്നെയാണ്. അവിടെ ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻറ്റ് വഴിയാണ് ഈ ജീൻസ് കണക്റ്റ് ആവുക. ഓർത്തോലോഗസ് ജീൻസ് എന്ന് പറഞ്ഞാലോ, ഒരു ജീൻ ഇൻ എ ഡിഫറെൻറ്റ് സ്പീഷീസാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ് വിച്ച് ഇസ് ലിങ്കിങ് ഓർത്തോലോഗസ് ജീൻ ഇസ് സ്പീസിയേഷൻ ഇവൻറ്റ്, അല്ലേ? സ്പീസിയേഷൻ ഇവൻ്റ് ആണ്. അതേസമയത്ത് പാരലോഗസ് ജീൻസിന് അത് ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഇവൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, അപ്പോൾ നമുക്ക് സംസാരിക്കാം.